പോലും കൗതുകം തോന്നുന്ന നിലയിൽ ഭാഗവതത്തിൻ്റെ കഥ പറയുമ്പോൾ നമ്മൾ പറയും വലിയൊരു പർവ്വതം ഭഗവാൻ ഉയർത്തിപ്പിടിച്ചു. അപ്പോൾ കുട്ടി ചോദിക്കും, എങ്ങനെ ഈ പർവ്വതം പൊക്കിപ്പിടിക്കുന്നു? ഇത്രയും വലിയൊരു പർവ്വതത്തെ അങ്ങനെ പൊക്കിപ്പിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഉടൻ തന്നെ നമ്മളൊരു ഉത്തരം കൂടി കൊടുക്കും. എന്താണ്? എല്ലാവരും ഒന്നും പറയില്ല, പറ്റും, കാരണം അത് ഭഗവാനല്ലേ. ഈ ഉത്തരമാണ് വിഡിത്തം. ഈ ഉത്തരം ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടി ഒന്നും ആ രീതിയിലില്ല എന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനല്ലേ, ഭഗവാൻ അത് ചെയ്യും, ഭഗവാൻ മഹാനാണ്, ശക്തിമാനാണെന്ന് പറഞ്ഞ ആ കഥ അവിടെ വിടണം. മനസ്സിലായില്ലേ? അങ്ങനെ വിട്ടിട്ട് പോകാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം എന്താ? ഭാഗവതം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ജീവിത നിഷ്ഠകളെയും സദ്ഗുണങ്ങളെയും ചിന്തകളെയും സദ്ഭാവനകളെയും രൂപപ്പെടുത്തുകയാണ് ഭാഗവതം. അതുകൊണ്ട് എല്ലാം ഭഗവാനെ കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ചോദ്യമില്ല. ചോദ്യം ഇല്ലാത്തടത്ത് എന്തുണ്ടാവില്ല? ഉത്തരം ഉണ്ടാവില്ല. ജിജ്ഞാസയുണ്ടെങ്കിലേ ഉത്തരം ഉണ്ടാവൂ. അപ്പോൾ ഈ കുട്ടികൾ കുഞ്ഞുനാളിൽ ചോദിക്കുന്ന ചോദ്യത്തിന് വലിയ ആഴമുണ്ട്. പക്ഷെ മുതിർന്ന നമ്മളെന്ത് ചെയ്യും? വലിയ ഭാവം നടിച്ച് നമ്മൾ പറയാതെ ഭഗവാനല്ലേ എന്ന് പറയുന്നതോടുകൂടി നമ്മുടെ അജ്ഞാനം നമ്മൾ ആരിലേക്കും കൂടെ കൊടുക്കും? കുഞ്ഞുങ്ങളിലേക്കും കൂടെ കൊടുക്കും. കുഞ്ഞും വിചാരിക്കും ഭഗവാനല്ലേ, ഭഗവാൻ എല്ലാം സാധിക്കും. ഇങ്ങനെ വന്ന് ഇപ്പോൾ സംഭവിച്ചെന്താ? എല്ലാം ഭഗവാന് സാധിക്കും, നമ്മൾ ദുർബലരുമായി മാറും. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ ദർശനം പഠിപ്പിക്കുന്നത് ഭക്തനാണ് കരുത്തുള്ളവനായി മാറുന്നത്. മനസ്സിലായില്ലേ? ഭഗവാന്റെ കർമ്മം ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് ആരെത്തണം? ഭക്തനെത്തണം. അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചത്. മനസ്സിലായില്ലേ? ഭഗവാൻ ഒരു ക്ഷണനേരം കൊണ്ട് വേണമെങ്കിൽ അധർമ്മലകായ ദുര്യോധനാദികളെ ഇല്ലാതാക്കാം. പക്ഷെ ഭഗവാൻ അതല്ല ചെയ്തത്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പോയ അർജുനനെയാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? ഉദസ്വാകശ്മലമിതം വിഷയേ സമുപസ്ഥിതമനാലിഷ്ടമസർഗ്യം അകീർത്തികരം അർജുന. അർജുന, നീ ഇപ്പൊ തിരഞ്ഞെടുത്ത പാത അകീർത്തികരമാണ്. ഉത്തമ കുലത്തിൽ യോജിക്കുന്നവർക്ക് യോജിച്ചതല്ല. കാരണം ചെയ്യേണ്ട കർമ്മം ചെയ്യാതെ ഒരു വീരവിനെ പോലെ ഒളിച്ചോടാൻ നീ ശ്രമിക്കരുത്. ഇത് അകീർത്തികരമാണ്, അനാര്യമാണ്, ശ്രേഷ്ഠമല്ലാത്തത് ആണ്. എന്നിട്ട് പറയുന്നു, എല്ലാ ദൗർബല്യത്തെയും മാറ്റിവെച്ച് ധീരനായി എഴുന്നേറ്റ് നീ കർമ്മം ചെയ്യൂ എന്നൊരു പരാക്രമ ബോധം അല്ലേ അവിടെ അതിനെ കൊണ്ട് ഭഗവാൻ ചെയ്യിപ്പിച്ചു. എന്തിനാണ്? ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തൻ ഭഗവാന് തുല്യനായി മാറണം. മനസ്സിലാവുന്നുണ്ടോ? എങ്കിലേ ഭാഗവതത്തിന്റെ ഉദ്ദേശം പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഭാഗവതവും ഭഗവാനും ഭാഗവതത്തെ അറിയുന്ന ഭക്തനും ഒരുപോലെ തുല്യമാണ്. വ്യത്യാസമില്ല. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനെ പ്രത്യക്ഷമാണ്. ആ ഭാഗവതം ഭഗവാനാണെങ്കിൽ ആ ഭാഗവതത്തെ അറിഞ്ഞാൽ ആ ഭക്തനും ഭഗവാനായി തീരണം. അപ്പൊ ഭാഗവതത്തെ അറിയുന്ന ഉപാസനയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ ദുർബലരാവരുത്, കരുത്തുള്ളവരായി. ഇപ്പൊ ഭഗവാന്റെ ഓരോ ലീലയും നമുക്ക് കാട്ടിത്തരാനായി നിശ്ചയിച്ചിട്ടുള്ള അറിവിനെ നമ്മൾ നേടണമെങ്കിൽ നമ്മളിൽ 1000 ചോദ്യങ്ങൾ ഉണ്ടാവണം. ചോദിക്കുന്ന ദൈവകോപമാണ്, ദൈവദോഷമാണ് എന്ന ചിന്ത ഒരിക്കലും വെക്കരുത്. മനസ്സിലായില്ലേ? ചോദിക്കാത്തിടത്തോളം കാലം നമ്മളിലേക്ക് ഉത്തരം വരില്ല. അപ്പൊ ഇവിടെയും ഇങ്ങനൊരു പർവ്വതത്തെ പൊക്കിപ്പിടിക്കാൻ സാധിക്കുമോ? നമ്മുടെ യുക്തിയിലേക്ക് എടുത്ത് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു കരി ഇവിടെ കിടപ്പുണ്ട് അല്ലേ? 50 കിലോയാണ് അതിൻ്റെ തൂക്കം. ഈ ഒരു കരി എടുത്തൊന്ന് പൊക്കിപ്പിടിക്കാൻ പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ളവർക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് സമയം പറ്റും അല്ലേ? പക്ഷെ അവർക്ക് 1 മണിക്കൂർ പറ്റുമോ? പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോഴത്തേക്ക് അവരത് നിലത്തിലും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനത്തിന് തന്നെ നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പർവ്വതത്തിന്റെ വലിപ്പം എത്രയും ഉണ്ടാവും? ഈ ഗോവർദ്ധന പർവ്വതം ഇപ്പോഴും ഭൂമിയിലുള്ളത് തന്നെയാണ്. ഈ ഗോവർദ്ധന പരിക്രമണം എന്ന് പറഞ്ഞാൽ വൃന്ദാവനത്തിലൊരു പ്രധാന അനുഷ്ഠാനമാണ്. നമ്മൾ വൃന്ദാവനം കാണാൻ പോയാൽ അവിടെ ഈ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ ഈ ഗോവർദ്ധന പർവ്വതം കറങ്ങി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഗോവർദ്ധന പരിക്രമണം എന്നാണ് അതിന് പേര് തന്നെ പറയുന്നത്. ഏതാണ്ട് ഇത് കറങ്ങി വരാൻ കുറഞ്ഞത് 6 മണിക്കൂർ 8 മണിക്കൂർ വരെ സമയമെടുക്കും. ഓരോരുത്തരും നടക്കുന്ന സ്പീഡും ഒക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-16 കിലോമീറ്ററോളം കറങ്ങി വേണം. അപ്പോൾ ഒരു 16 കിലോമീറ്ററോളം കറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൻ്റെ വലിപ്പം ഉണ്ടാവും ഏകദേശം അല്ലേ?
അത്രയും വലിപ്പമുള്ളൊരു സ്ഥലം, അതിൻ്റെ മുകളിലേക്ക് ഇത്രയും മണ്ണിൻ്റെ കൂന, അതിൽ ഇത്രയും വൃക്ഷം, അതിൽ ഈ പാറകളും അല്ലേ പുഴയും സസ്യജാലങ്ങളും എല്ലാം അതിലുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ അതിൻ്റെ ഭാരം എത്രയായിരിക്കും? സങ്കല്പിക്കാൻ പറ്റുമോ? വളരെ വലുതാണ്. അത്രയും വലിയൊരു ഭാരത്തെ ഒന്ന് ആലോചിച്ചോളൂ. 7 വയസ്സ് പ്രായത്തിൽ എടുത്തു പൊക്കി പിടിച്ച് 7 ദിവസം നിന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു അല്ലേ ഒരു സംശയം അവിടെ ഉണ്ടാവണം. ഉണ്ടാവണമെന്നല്ലാതെ ഉണ്ടാവണം. അവിടെ ആ സംശയം ഉണ്ടാവണം. അപ്പൊ എന്താണ് ഗോവർദ്ധന ഉദാഹരണം എന്ന് നമ്മൾ അവിടെ ചിന്ത തുടങ്ങണം. കാര്യം ഒരിക്കലും അത് സാധിക്കില്ല. അത്രയും വലിയ പർവ്വതത്തെ പൊക്കി പിടിക്കാൻ സാധിക്കില്ല. ഇവിടെ എന്തിനാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക ചോദിച്ചാൽ, ഭാഗവതം മുഴുവൻ പ്രതീകാത്മകതയാണ്. മനസ്സിലായില്ലേ? കഥകളല്ല യഥാർത്ഥ തത്വം. കഥകൾ നമ്മളുടെ വസ്ത്രാഭരണം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, വെണ്ണാഭരണം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഇത്രയും കാലം ഭഗവാനെ വെണ്ണ കട്ട കള്ളാന്ന് വിളിച്ചാൽ നമ്മളാണ് ഏറ്റവും മോശക്കാരെന്നുള്ളത് നമ്മൾ വ്യക്തമായി ചിന്തിച്ചു അല്ലേ? ഭഗവാൻ കട്ടിട്ടില്ല എന്ന് നമ്മൾ സ്വയം ഉറപ്പിച്ചിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം നിർത്തിയത്. ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ ഗോവർദ്ധന പർവ്വതത്തിന്റെ കാര്യത്തിലും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ആവശ്യമാണ്. ഇനി എന്താ ഈ ഗോവർദ്ധന പർവ്വതത്തിന്റെ തത്വത്തിലേക്ക് കഥയിലേക്ക് വരാം. എന്നാൽ നമുക്ക് തത്വത്തിലേക്കും പോകാം. ഇവിടെ ഗോകുലത്തിൽ ഒരു വലിയ യാഗം നടത്താനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ഭഗവാൻ ഇത് കണ്ടു. ഭഗവാൻ അച്ഛനോടും മുതിർന്നവരോടും ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഇന്ദ്രനെ പൂജിക്കുകയാണ്. എന്തിനാ ഇന്ദ്രനെ പൂജിക്കുന്നത്? മഴയുണ്ടാവാൻ. മഴയുണ്ടെങ്കിൽ മാത്രമേ നല്ല പുല്ലുകളും മറ്റുമൊക്കെ കിളർത്ത് സമൃദ്ധമായി വരികയുള്ളൂ. അതുകൊണ്ട് ജലവും ഒക്കെ വേണം. ഗോക്കളെ വളർത്തുന്നവരാണ്. അവ മഴയ്ക്ക് വേണ്ടിയാണ് ഇന്ദ്രനെ പൂജിക്കുകയാണ്. ഭഗവാൻ മാതാപിതാക്കളെ തിരുത്തി, മുതിർന്നവരെ തിരുത്തി. ഇവിടെ എന്തു പറയുന്നു എന്നതിനേക്കാളും ആര് പറയുന്നു എന്നതിനേക്കാളും പറയുന്നത് ശരിയാണോ എന്നാണ് ആദ്യം. എന്തു പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരിയാണെങ്കിൽ സ്വീകരിക്കാം, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം? തള്ളിക്കളയണം. ഇത് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? അപ്പൊ പറയുന്നതിന്റെ അറിവിനാണ് പ്രാധാന്യം, പറയുന്ന വ്യക്തിക്ക് അല്ല. ഇവിടെ പറയുന്നത് ഒരു കൊച്ചുകുട്ടിയാണ് അല്ലേ? ശരിയല്ലേ? അത് കൊച്ചുകുട്ടിയാണ്. മുതിർന്നവർക്ക് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ പറയുന്നത് എന്താ, നിന്നേക്കാൾ കുറെ ഓണം ഞാൻ ഉണ്ടതാ, എനിക്ക് കുറെ അനുഭവം ഉള്ളതാ, ഇതൊക്കെ എന്താ നമ്മൾ പറയണത്. ഇതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ പറഞ്ഞത് കൃത്യമായതുകൊണ്ട് നന്ദഗോപരും ഗോപന്മാരും അത് സ്വീകരിച്ചു. ഇവിടെ പറയുന്നു, ഇന്ദ്രനെ പൂജിക്കുന്നതിന് പകരം പ്രകൃതിയെ പൂജിക്കാൻ പറഞ്ഞു. പ്രകൃതിയാണ് ശക്തിയായ ദേവത. ഭാവം എന്ന് പറഞ്ഞാൽ പ്രകൃതിയാണ്. ആ പ്രകൃതിയുടെ പ്രതീകമായിട്ട് എന്തിനു ചെയ്യണം? ഗോവർദ്ധനത്തെ പൂജിക്കാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഗോവർദ്ധനത്തിൽ ഏകദേശം എല്ലാം ഉണ്ട്. അത്യാവശ്യം വേണ്ട പ്രകൃതിയിലുള്ള സസ്യങ്ങളും ജാലങ്ങളും വെള്ളവും അതുപോലെ തന്നെ മണ്ണും എല്ലാം ഏകദേശം ഗോവർദ്ധനത്തിലുണ്ട്. അപ്പം ഗോവർദ്ധന പ്രകൃതിയുടെ പ്രതീകമായി ഗോവർദ്ധനത്തെ പൂജിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഗോവർദ്ധനത്തെ പൂജിച്ചു. വളരെ ശ്രേഷ്ഠമായി എല്ലാവരും പാടുകയും നാമം ജപിച്ചുകൊണ്ട് ഗോവർദ്ധന പൂജ നടത്തി. ഇന്ദ്രന് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു ഹവിസ് ഇന്ദ്രൻ അത് ലഭിക്കാതെ അംഗീകാരം നഷ്ടപ്പെട്ടപ്പോ അല്ലേ, അംഗീകാരവും സ്ഥാനവും നഷ്ടപ്പെട്ടാൽ പിന്നെ മനസ്സ് കലുഷിതമാവും. ആ മനസ്സ് കലുഷിതമായ പിന്നെ നിയന്ത്രണം നഷ്ടപ്പെടും. ഇതെല്ലാം നമ്മുടെ അനുഭവം തന്നെയല്ലേ? നമുക്കൊരു അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതൊന്നും നഷ്ടപ്പെട്ടാൽ താങ്ങാൻ പറ്റുമോ? താങ്ങാൻ പറ്റില്ല. അങ്ങനെ നഷ്ടപ്പെടുക മാത്രമല്ല, തന്നേക്കാൾ താഴ്ന്ന ഒരു അംഗീകാരം കിട്ടിയാലോ പൊട്ടിത്തെറിയോ. ഇപ്പൊ കേരളത്തിൽ നടക്കുന്നുണ്ട് ചില പൊട്ടിത്തെറികളൊക്കെ. ഇവിടെ സത്താഹമാണെങ്കിൽ അത് ദശാഹമാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതുപോലെയുള്ള പൊട്ടിത്തെറി എല്ലാ കാലത്തും ഉള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുമുണ്ട്, സാമൂഹിക കാര്യത്തിലുമുണ്ട്, ദേശീയ എല്ലാ മേഖലകളിലും ഇതൊക്കെ സ്വാഭാവികമാണ്. കാരണം ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത് എന്താ? മനുഷ്യ മനസ്സുകളാണ്. അപ്പം മനുഷ്യന്റെ മനസ്സിന്റെ സഹജഭാവം പോലെ തന്നെ തനിക്ക് ലഭിച്ച അംഗീകാരം നഷ്ടപ്പെട്ടപ്പോൾ ഇന്ദ്രൻ ക്രുദ്രനായി മാറി. ഇന്ദ്രൻ ആ സമയത്ത് ഈ മനസ്സ് ഭ്രമിച്ചു കഴിഞ്ഞാൽ, അവിടെ മനസ്സ് അസ്വസ്ഥമായി കോപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? ആത്മവിസ്മരണം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഓരോന്നിനെയും കൃത്യമായി അറിയാനുള്ള ആ ബോധം എന്തെയും മങ്ങലേക്കും. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലുള്ള ചില സമയത്തൊക്കെ നമുക്ക് ദേഷ്യം വരുമ്പോൾ മുതിർന്നവരെ പോലും നമ്മളെ ചിലപ്പോൾ ചാടി ഇടിക്കാൻ ചെയ്യും അല്ലേ? നമ്മൾ അവരോട് ദേഷ്യപ്പെടും. കാരണം എന്താ? നമ്മുടെ മനസ്സ് കൈവിട്ടു പോകും. അപ്പൊ ഇവിടെയും ഇന്ദ്രന് കൃഷ്ണന്റെ മഹത്വം അറിയാം. ശ്രീകൃഷ്ണൻ നാരായണനാണ് സാക്ഷാൽ
തങ്ങൾക്ക് ദുഃഖം വരുമ്പോഴൊക്കെ ഓടിച്ചെല്ലുന്നത് അങ്ങോട്ടാണ്. ഇതെല്ലാം ഇന്ദ്രനറിയാം. പക്ഷേ ക്രോധം വന്നപ്പോ ക്രോധാഭവതി സമ്മോഹ, ഗീതയില് സാഖ്യായോഗത്തിലൊരു വരിയുണ്ട്. ക്രോധം വരുമ്പോ സമൂഹത്തിന് അടിമപ്പെടും. സമൂഹത്തിലൂടെ അവസാനം എന്ത് ചെയ്യും? ബുദ്ധി നശിക്കും. ബുദ്ധിനാശത്തിലൂടെ സർവനാശം പ്രണശ്യതി. ഭഗവാൻ തന്നെ അർജുനനോട് പറഞ്ഞത് അപ്പം തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ ഭഗവാൻ എന്ന ബോധം നഷ്ടപ്പെട്ടു. ആ കൃഷ്ണൻ പറഞ്ഞത് കേട്ട നന്ദഗോപരെയും ഗോപന്മാരെയും കൃഷ്ണനെ അടക്കം ഒരു പാഠം പഠിപ്പിക്കണം. ഇന്ദ്രൻ ക്രോധത്തിന് വശംവദനായി പെരുമഴയായിട്ട് അങ്ങോട്ട് മാറി. ഇടിയും മിന്നലും ഗോകുലം ആകെ മുങ്ങുമെന്നൊരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സർവരും ആലോചിച്ചു ഇനി എന്താ രക്ഷാമാർഗം. അപ്പോഴാണ് ഒന്ന് രണ്ട് പേര് പറയുന്നത് മുഴുവൻ കാരണക്കാരൻ ഒന്നും അറിയാത്തതുപോലെ അവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായില്ലേ? എല്ലാം കാട്ടി കൂട്ടിയിട്ട് ഒരു സൈഡിൽ പോയി ഇതൊന്നും അറിയാതെ ഓടക്കൊണ്ട് ഊതി അവിടെ ഇരിപ്പുണ്ട്. എല്ലാവരോടും അങ്ങോട്ടേന്ന് അറസ്റ്റ് ചെയ്തു, കൈയോടെ പിടിച്ചു. കൃഷ്ണ നീ പറഞ്ഞിട്ടല്ലേ? കൃഷ്ണൻ പറഞ്ഞു ഞാൻ പറഞ്ഞതാണ്. നീ പറഞ്ഞിട്ട് ചെയ്തു. ഇതാ ഇന്ദ്രൻ കോപിച്ചു വന്നിരിക്കുന്നു. ഇന്ദ്രകോപത്തിന് രക്ഷപ്പെടാൻ ഞങ്ങളെ കൊണ്ടൊരു വഴിയില്ല. ഇനി എന്താ ചെയ്യാൻ സാധിക്കുന്നത്? ഞങ്ങൾ നിസ്സഹായരാണ്. ഭഗവാൻ എന്തോ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം ഞാനിവിടെ ഉണ്ടെങ്കിൽ പിന്നെ നിസ്സഹായത എന്ന തോന്നലിൽ നിങ്ങൾ വീണതല്ലേ തെറ്റ്. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെ കൂടെ ഉള്ളപ്പോ എന്നെ നിങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ നിസ്സഹായരെന്ന് തോന്നിയത്. ആ തിരിച്ചറിവ് വന്നായിരുന്നെങ്കിലോ ഈ പരിഭ്രാന്തി നിങ്ങൾക്ക് ഉണ്ടാവണ്ട. ഇത് നമുക്കുള്ളൊരു ബോധമാണ്. ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്, ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ ഒരു ദുഃഖവും പരിഭ്രാന്തിയും നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഈ ബോധത്തിലേക്ക് നമ്മൾ എത്താത്തപ്പോഴാണ് നമ്മൾ ദുഃഖം പിടിച്ച് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പട്ടം ചുറ്റി, മനസ്സിലായില്ലേ, നമ്മൾ വീഴുന്നത്. അപ്പൊ ഇവിടെ പറയുകയാണ് ഞാനിവിടെ ഉണ്ടല്ലോ. പുഞ്ചിരിയിൽ ഭഗവാൻ ആ അർത്ഥം കൊടുത്തു. അത് കഴിഞ്ഞോ അതൊന്ന് ബോധ്യപ്പെടുത്തണമല്ലോ. ഈ ചിലർക്ക് ബോധ്യപ്പെട്ടാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ സാധാരണ ചിലര് നമ്മളെ വിളിച്ച് എത്ര ഉപദേശിച്ചാലും അവർ നന്നാവില്ല. അവർക്കൊരു അനുഭവം വന്നാൽ അവർ സ്വയം നന്നായിക്കോളും. എന്താ കാരണം? അനുഭവം ഗുരു എന്ന് പറഞ്ഞ ഇതിനാണ്. അപ്പൊ അനുഭവം വലിയൊരു ജ്ഞാനമാണ്. അപ്പം ഒന്ന് ബോധ്യപ്പെടുത്താം. ഭഗവാൻ എന്ത് ചെയ്തു? ഗോവർദ്ധന ഭാഗത്ത് ചെന്ന് ഗോവർദ്ധന പർവ്വതത്തെ കയ്യിലെടുത്ത് മുകളിലേക്ക് ഉയർത്തിയിട്ട് സർവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരും വേണ്ടത് എല്ലാ വിഭവങ്ങളും എടുത്തോടെ വരണം. ഇതിന്റെ ചുറ്റും വന്നോളുക. ഇതിനുള്ളിലേക്ക് ഇന്ദ്രന്റെ മഴയ്ക്ക് ഇടിക്കുമെന്നും പ്രവേശനമില്ല, നോ എൻട്രി ബോർഡ് വെച്ചു. ഇന്ദ്രനെ പുറത്താക്കി. ഇതിനുള്ളിലേക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും അല്ലേ? ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് കാലദേശ പ്രതിബന്ധങ്ങളും വല്ലതും ഉണ്ടോ? കാലവും ദേശവും ഒരു പ്രതിബന്ധവും ആരുടെ മുന്നിലില്ല. ഭഗവാന്റെ മുന്നിൽ എത്ര കാലം വേണമെങ്കിലും. മനസ്സിലായില്ലേ? അവിടെ സുരക്ഷിതരാണ്. നമ്മളെല്ലാവരും സുരക്ഷിതരാകുന്ന എവിടെയാ? ഭഗവാന്റെ പാദത്തിലാണ്. ഭഗവാനെ ആശ്രയിക്കുമ്പോഴാണ് നമ്മളെല്ലാവരും സുരക്ഷിതരാകുന്നത്. ഈ ആശ്രയം നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടവരായി മാറണം. മനസ്സിലായില്ലേ? ഗോപകുമാരന്മാരും ഗോപികമാരും ഒക്കെ ഗോക്കളടക്കം ഭഗവാന് പ്രിയപ്പെട്ടവരാണ്. അപ്പൊ ആ നിലയിൽ നമ്മളെല്ലാവരും ഭഗവാന് പ്രിയപ്പെട്ടവരാകുമ്പോൾ ഭഗവാൻ ആശ്രയത്തിലേക്ക് നമ്മളെ എത്തിക്കും. അവിടെ പരിഭ്രമങ്ങൾ വേണ്ട. ഇവരാ ഇടിയും മഴയൊക്കെ മറന്നു. ഈ 7 ദിവസം ആനന്ദത്തോടുകൂടി വൃന്ദാവനത്തിൽ വസിച്ചതിനേക്കാളും ആനന്ദമായിരുന്നു ആ വൃന്ദാവനത്തിൽ ഗോവർദ്ധനത്തിന് താഴെ ആ ഭഗവാന്റെ മനോഹര രൂപം, കമനീയ രൂപം കണ്ട് ആനന്ദിച്ചവർ വസിച്ചപ്പോൾ. കഥകൾ പറയുമ്പോൾ ഈ ഭഗവാന്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള ഗോപകുമാരന്മാരുണ്ട്. ഇവര് എന്ന് പറഞ്ഞ കൃഷ്ണ ഞങ്ങൾക്ക് വേണ്ടി നീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടണ്ട, ഞങ്ങളെ കൂടെ താങ്ങിക്കോളാം, നീ വേണമെങ്കിൽ ഇച്ചിരി നേരം വിശ്രമിച്ചോ. അവരെ വിചാരെന്താ അവർക്കും പറ്റുമെന്നാണ്. ഭഗവാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ താങ്ങിക്കോളാം, നിങ്ങൾ കൂടെ താങ്ങിക്കോ. അങ്ങനെ ഇവരും അവരെ തമ്മുകൊണ്ട് ബുദ്ധി പിടിച്ചു മേപ്പോട്ട്. അവരെ ധാരണ എന്താ? ഭഗവാൻ അവർക്കൊരു അംഗീകാരം കൊടുത്തു. അവരും ബുദ്ധി പിടിച്ചത് കൊണ്ടാണ് ഇത് പൊങ്ങി നിന്ന് അവരും ധരിച്ചോട്ടെ. എല്ലാവരെയും പരിഗണിച്ചു. അങ്ങനെ ഇന്ദ്രന് തന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാം. ഈ ഊർജ്ജതന്ത്രത്തിൽ തന്നെ പറയുന്നൊരു തത്വമുണ്ട്, സയൻസിൽ തന്നെ. ഒരു നിശ്ചിത മാസില് ഒരു ശക്തി ഒരേ സ്ഥലത്തേക്ക് നിരന്തരം പ്രയോഗിക്കൊണ്ടിരുന്നാൽ കുറേ സമയം കഴിയുമ്പോൾ ആ ശക്തിക്ക് എന്തുണ്ടാവും? ക്ഷയം ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരു നിശ്ചിത ദിക്കിലേക്ക് ഒരു കൃത്യമായ അനുപാതത്തിനപ്പുറത്തേക്ക് ഒരു ശക്തിക്ക് തുടർച്ചയായി നിൽക്കാൻ സാധിക്കില്ല, അത് ഏത് ശക്തിയാണെങ്കിലും. അപ്പൊ ഇവിടെ ഇന്ദ്രനും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ദ്രന്റെ ശക്തി ക്ഷയിച്ചു. ഇന്ദ്രന് ശക്തി ക്ഷയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ദ്രന്റെ ഗർവ് ക്ഷയിച്ചു എന്നാണ്. ഇന്ദ്രന്റെ അഹങ്കാരം കുറഞ്ഞു വന്നു. അപ്പോഴാണ് ഇന്ദ്രൻ ഓർത്തത് ഞാൻ ആരെ എതിരിടാൻ ചെയ്യുന്നത്? കൃഷ്ണനാണല്ലോ.
ഈ കൃഷ്ണന്റെ മുമ്പിൽ ഇടിയും മഴയും എല്ലാ അഭ്യാസവും നടക്കുന്നതല്ലെന്ന്, യോ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ, എന്ത് കഷ്ടമായി പോയി, ഞാൻ എന്ത് സാഹസികതയെ കാണിച്ചത്, ഞാൻ കൃഷ്ണനോട് അവിവേകം കാട്ടിയവനായി പോയല്ലോ എന്ന് തിരിച്ചറിഞ്ഞ 7ാമത്തെ ദിവസം, ഈ ദിവസത്തിനൊക്കെ ചില പ്രത്യേകതകളുണ്ട്. 7ാമത്തെ ദിവസം നേരെ ഇന്ദ്രൻ എന്ത് ചെയ്തു? ശാന്തനായി മാറി. ശാന്തനായപ്പോൾ ഇടിയില്ല മഴയില്ല. അപ്പൊ ഇവിടെ അശാന്തിയുടെ പ്രതീകമാണ് ഇടിയും മഴയും മിന്നലും. ഇതൊക്കെ മാറി ഇന്ദ്രൻ ചെന്ന് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചു. ഭഗവാന് സന്തോഷമായി. കാരണം എന്താ? ഇന്ദ്രൻ തന്നെ ഭക്തനാണ്. ഇടയ്ക്ക് ഇച്ചിരി അഹങ്കാരം വന്നപ്പോൾ തന്നോടൊന്ന് ഏറ്റുമുട്ടി. അത് കഴിഞ്ഞപ്പോൾ അഹങ്കാരം മാറിയപ്പോൾ ശുദ്ധനായിട്ട് തിരിച്ചു സ്വീകരിച്ചു. ഇപ്പൊ നമ്മുടെ വീട്ടിലെ കുട്ടികൾ ചില സമയത്ത് ദേഷ്യം വരുമ്പോൾ അമ്മയുടെ അച്ഛനോടൊക്കെ ദേഷ്യം വരിക അല്ലേ, പൊട്ടിത്തെറിക്കും. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം അച്ഛനും അമ്മയും പറഞ്ഞത് ബോധ്യപ്പെടുമ്പോൾ ഈ കുട്ടികൾ പതുക്കെ തലമുറിച്ച് വരും. അമ്മ തെറ്റ് വയ്ക്കുമ്പോൾ അറിയില്ല. ആ അമ്മ അന്നേരം പറയോ മാറിയേക്കു എന്ന് പറയാറുണ്ടോ? ഇല്ല, ചേർത്ത് പിടിക്കും. കാരണം എന്താ? ആ അറിവിലേക്ക് വന്നതുകൊണ്ട്. മനസ്സിലായില്ലേ? അതുപോലെ ഭഗവാൻ ഇന്ദ്രനെ ചേർത്തണച്ചു. ഗോവർദ്ധന പർവ്വതമൊക്കെ താഴ്ത്തി വെച്ചു, എല്ലാവരെയും പുറത്തേക്ക് മാറ്റി. അപ്പൊ ഇന്ദ്രനൊരു ആഗ്രഹം, ഭഗവാൻ ജ്ഞാനത്തിലാണല്ലോ താൻ വീഴ്ച പറ്റിയത്. ഭഗവാനെ അറിയാനുള്ള ജ്ഞാനത്തിലാണ് വീഴ്ച പറ്റിയത്. ഭഗവാനാകട്ടെ സർവജ്ഞനുമാണ്. എല്ലാ ജ്ഞാനത്തിന്റെ അധിപനാണ് ആര്? ഭഗവാൻ. ആ സർവജ്ഞൻ എന്ന ഭഗവാനെ അജ്ഞാനം കൊണ്ട് നേരിടാൻ പോയ താൻ വിഡ്ഢിയായി പോയ ഭഗവാനെ നേടണമെങ്കിൽ ജ്ഞാനമാണ് ഉണ്ടാകേണ്ടത്. ആ ജ്ഞാനത്തിന്റെ ദേവനായി ഭഗവാനെ അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു പ്രായശ്ചിത്ത കർമ്മം. ഒരു തെറ്റി പറ്റിയാൽ പ്രായശ്ചിത്തം, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രായശ്ചിത്തം ചെയ്യണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് പരിശീലിപ്പിക്കുമായിരുന്നു പണ്ട്. ഇപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം. നമ്മൾ കുഞ്ഞുനാളിലെ കുട്ടികളെ പരിശീലിപ്പിക്കും. ഈ കുട്ടികളുടെ വീട്ടിലൊക്കെ ഓടി നടക്കുമ്പോൾ അറിയാതെ ആരുടെയെങ്കിലും മുതിർന്നവരെ കാലിലൊക്കെ ഒന്ന് ചവിട്ടിയാൽ ഉടനെ എന്ന് പറയുക തൊട്ടുവരെ. അപ്പോൾ ചവിട്ടിയതിൻ്റെ വേദന പോകുമോ? ഒന്നില്ല. പക്ഷേ എങ്കിലും ആ കുട്ടിയെ തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള പാഠം. മനസ്സിലായില്ലേ? ഒരു പ്രായശ്ചിത്ത കർമ്മം എന്ന നിലയിൽ ഇന്ദ്രൻ ഭഗവാനെ കാമദേവിന്റെ പാല് കൊണ്ട് അഭിഷേകം ചെയ്തു. ആകാശഗംഗാജലം കൊണ്ടും അഭിഷേകം ചെയ്തിട്ട് അവിടെ ഗോവിന്ദൻ എന്ന് പേരിട്ടു. മനസ്സിലായില്ലേ? ഇനിയാണ് നമ്മൾ ആ കഥയിലേക്ക് ഒന്നുകൂടെ ഓർക്കേണ്ടത്. ഭഗവാൻ ഉയർത്തിയത് ഗോവർദ്ധനം, ഭഗവാന് കിട്ടിയ പേര് ഗോവിന്ദൻ. രണ്ടിൻ്റെയും തുടക്ക അക്ഷരം ഏതാ? ഗോ. ഇന്നലെ പറഞ്ഞു ഇനി പോവാനുള്ള ഗോയല്ല, ഇത് ഒന്നുകൂടെ ഒലി പുറപ്പിക്കാനുള്ള ഗോയാണ്. മനസ്സിലായില്ലേ? ജ്ഞാനത്തെ പുറത്ത് വിട്ട് ജ്ഞാനത്തിലേക്ക് കയറാനുള്ള ഗോയാണ്. അപ്പൊ രണ്ടിൻ്റെയും തുടക്കം ഗോ എന്ന ശബ്ദത്തിലാണ്. അപ്പൊ ഇത്തരത്തില് അഭിഷേകം ചെയ്ത് ഇന്ദ്രൻ തിരിച്ചുപോയി. ഇനി ഗോവർദ്ധന പർവ്വതം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഒരു പർവ്വതം എന്നതൊരു വലിയ പ്രതീകമാണ് അല്ലേ, ചെറുതല്ല, ഒരു വലിയ വസ്തു. അപ്പൊ എന്തോ ഒരു വലിയ കർമ്മം നമ്മളെ ബോധിപ്പിക്കുകയാണ് ഭഗവാൻ. ഇനി ഭഗവാനോടൊക്കെ നിങ്ങൾ എടുത്തു നോക്കേ. ഭഗവാൻ വന്നത് ഗോകുലത്തിലേക്ക്. അവിടെ ഉണ്ടായിരുന്നവരെ പേര് ഗോപിക ഗോപന്മാര് അല്ലേ. വേറെ പേരുകളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ അറിയപ്പെടുന്നത് എങ്ങനെയാ? ഗോപിക ഗോപൻ. അവിടെ നന്ദഗോപനുണ്ട്, അനന്തനുണ്ട്, പലരും ഉണ്ട്. പക്ഷെ അറിയപ്പെട്ടതെല്ലാം ഗോപാലകന്മാര് അല്ലെങ്കിൽ ഗോപന്മാര് അതുപോലെയായി മാറി. ഇനി ഭഗവാനോടൊപ്പം നടന്ന മൃഗാദികളായ പശുക്കള്, ഗോക്കള് അല്ലേ. ഇതെല്ലാത്തിലും ഒരു ഗോമയം, സർവത്ര ഗോമയം. ഇനി ഭഗവാനെ ചാർത്തുന്ന പൊട്ടിന് പോലും അങ്ങനെ അവിടെ ഗോരോചനം പോയി. ഗോപാലകൃഷ്ണൻ എന്ന പേരുണ്ട് അല്ലേ. ഇങ്ങനെ ഒരുപാട് തരത്തിലേ. അപ്പോ ഈ ഗോ എന്ന ശബ്ദത്തിന്റെ പൊരുൾ നമ്മളൊന്ന് തേടണം. ഭഗവാന് പേര് അതാണല്ലോ കിട്ടിയത്. ഇവിടെ ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ അർത്ഥം എടുക്കേണ്ടത് ദേവരാജാവായ ഇന്ദ്രൻ എന്ന അർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഭാഗവതം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനാണ്. അപ്പം നമ്മളിൽ തന്നെ ഇതിന്റെ തത്വം കണ്ടെത്തണം. ഇന്ദ്രൻ എന്നത് ഇന്ദ്രിയങ്ങളുടെ നാഥൻ എന്ന അർത്ഥത്തിൽ വേണം ഇവിടെ എടുക്കാൻ. ഇന്ദ്രിയങ്ങളുടെ നാഥൻ ആരാ? ഇന്ദ്രിയങ്ങളുടെ നാഥൻ മനസ്സാണ്. മനസ്സിലായില്ലേ? മനസ്സിനൊരു പ്രത്യേകതയുണ്ട്. മനസ്സെപ്പോഴും പുകഴ്ത്തലുകൾ ഇഷ്ടപ്പെടും, ആഗ്രഹങ്ങളുടെ പുറകിൽ സഞ്ചരിപ്പിക്കും. എപ്പോഴെങ്കിലും വിരുദ്ധമായ അവസ്ഥ വന്നാലോ പൊട്ടിത്തെറിക്കും. മനസ്സിലായില്ലേ? ഇവിടെ ഇന്ദ്രൻ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ അംഗീകാരം, ആ പൂജയൊക്കെ മുടങ്ങിയപ്പോൾ ഇന്ദ്രൻ കോപിഷ്ഠനായി. ഈ ക്രോധം വന്നാൽ മുമ്പേ പറഞ്ഞത് കണക്കാണ് ബോധം കുറയും, അജ്ഞാനത്തിലേക്ക് പെട്ടെന്ന് വീഴും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അറിവ് മങ്ങും, അത് മങ്ങി. ആ അവസ്ഥയിൽ ആണ്, ആ മനസ്സിന്റെ ക്ഷോഭമാണ് പെരുമഴയും ഇടിമിന്നലും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ മനക്ഷോഭത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. അതാണല്ലോ വൃന്ദാവനവാസികൾ ആഗ്രഹിച്ചത്.
അല്ലേ? ഈ മഴയിലും ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കണം. ഈ മനക്ഷോഭത്തിൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ ഉള്ള വഴി, നമ്മുടെ മനക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാവില്ലേ? അല്ലേ? നമ്മളും ചില സമയത്ത് ഇതുപോലെ തന്നെ ആത്മബോധത്തെ വിസ്മരിച്ച് നമ്മൾ അജ്ഞാനത്തിൽപ്പെട്ട് മനസ്സിനെ അശാന്തമാക്കാറില്ലേ? ഈ സമയത്ത് നമ്മൾ എങ്ങനെ ഈ മനക്ഷോഭത്തെ അടക്കണം, ഇതാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. അവിടെ ഭഗവാൻ എന്താ ചെയ്തത്? നമ്മളിലുള്ള സദ്ഗുണങ്ങൾ ക്ഷോഭത്തിന് വിധേയമായാൽ നശിക്കപ്പെടും. അപ്പൊ സദ്ഗുണങ്ങളെ മുഴുവൻ സംരക്ഷിക്കണം. അതാണ് ഗോപകുമാരന്മാരെ എല്ലാം സംരക്ഷിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം. അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ, ഈ ക്ഷോഭത്തെ ഇല്ലാതാക്കണമെങ്കിൽ, ശമിപ്പിക്കണമെങ്കിൽ ഈ ഗോയുവിനെ ഉയർത്തണം. ഈ ഗോ എന്ന ഭാവം എന്താ? ഗോവിന്റെ അർത്ഥം സംസ്കൃതത്തിൽ ഏറ്റവും കൂടുതൽ അർത്ഥമുള്ള ഒരു വാക്കാണ് ഗോ എന്ന ശബ്ദം. ഏതാണ്ട് 200-ലധികം അർത്ഥമുണ്ട്. പ്രയോഗിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരുന്നുള്ളൂ ഈ വാക്കിൽ. ആ അർത്ഥങ്ങൾ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒന്ന് പശുക്കള്, ഗോക്കള് എന്നൊരർത്ഥത്തിൽ നമുക്ക് എടുക്കാം. നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഗോകുലം എന്നൊരർത്ഥത്തിൽ എടുക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കോ, ആ അർത്ഥത്തിലെടുത്താൽ അതെങ്ങനെ വിശദീകരിക്കാൻ പറ്റും? ഈ ഗോക്കളുടെ കുലം അല്ലെങ്കിൽ പശുവിനെ മേയ്ക്കുന്ന തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടം, ഇത് ഒരു കാലത്ത് സമൂഹത്തിലെ ഉന്നതമായ ഒരു മേഖലയായിരുന്നോ? ഒരിക്കലും അല്ല. ആൾക്കാർ തമ്മിൽ ഏറ്റവും താഴ്ന്ന ജോലി ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ഭഗവാന്റെ പിറവിയോടുകൂടി, ഭഗവാൻ വന്നു ചേർന്നതോടുകൂടി ഗോകുലം എന്നത്, ഗോക്കളെ മേയ്ക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതമായ ഒരു ശ്രേഷ്ഠമായ ഒരു സ്ഥാനമായി മാറ്റപ്പെട്ടു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ നാട്ടിലുള്ള ഒരാൾ പശുവിനെ മേയ്ച്ചോട്ട് അയ്യത്തിന്നാൽ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ വെറുതെ ചോദിക്കല്ലോ, ഗോപാലകനായില്ലയോ? മനസ്സിലായില്ലേ? തമാശയാണ് നമ്മുടെ ഉള്ളിൽ ഈ കാഴ്ചപ്പാടുകൾ. അപ്പൊ ഏറ്റവും പിന്നിലുള്ളതിനെ പോലും ഭഗവാൻ വന്നാൽ അത് ഏറ്റവും മുന്നിലെത്തും. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം എന്തിനേയും ശ്രേഷ്ഠമാക്കി മാറ്റും. അത് ഗോകുലത്തെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കി മാറ്റും എന്നൊരർത്ഥം നമുക്ക് എടുക്കാം. ഇനി രണ്ടാമതൊരു അർത്ഥത്താൽ പൃഥ്വി എന്നൊരർത്ഥമുണ്ട്. ഭൂമി, ഗോ എന്ന ശബ്ദത്തിന് ഭൂമി എന്നൊരർത്ഥമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഭൂമിയെ ഉദ്ധരിക്കുന്നവനല്ലേ ഭഗവാൻ. കൃഷ്ണാവതാരം തന്നെ എന്താ? ഭൂമി ഭാരം കുറച്ച് ഭൂമിയെ രക്ഷിക്കാനാണ്. ഭൂമിയെ ഹിരണ്യാക്ഷൻ അവതരിച്ചപ്പോഴാണ് വരാഹാവതാരത്തിൽ വന്ന് ഉദ്ധരിച്ചത്, അല്ലേ? രാമാവതാരം എന്തിനായിരുന്നു? ഭൂമിയെ അല്ല, അസുരന്മാരെ വിരിയപ്പം ഇല്ലാതാക്കാനായിരുന്നു. അപ്പൊ ഭൂമിയെ സംരക്ഷിക്കുന്നവൻ, ഭൂമിയെ ഉദ്ധരിക്കുന്നവൻ, അതായത് ഈ പ്രകൃതിയെ നിലനിർത്തുന്നവൻ എന്നൊരർത്ഥം അവിടെ എടുക്കാം. ഇനിയൊരർത്ഥം ഗോവിനെടുക്കാവുന്നത് വേദം എന്നൊരർത്ഥം എടുക്കാം. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അല്ലേ? വേദത്തെ ഹൈഗ്രീവനായി വീണ്ടെടുത്തവനാരാ? ഭഗവാൻ തന്നെയാണ് ഹൈഗ്രീവ രൂപത്തിൽ പോയി വേദത്തെ വീണ്ടെടുത്തത്. അപ്പൊ ജ്ഞാനത്തെ സംരക്ഷിക്കുന്നവൻ ജ്ഞാനേശ്വരൻ എന്ന അർത്ഥത്തിൽ അവിടെ ഗോ എന്ന ശബ്ദത്തെ എടുക്കാം. ഇനി നമുക്ക് വേണ്ട അർത്ഥത്തിലേക്ക് ഒന്ന് വരാം. ഇതിപ്പോ ഇത്രയും ഗോവിന്റെ ഒരു ശരാശരി അർത്ഥം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിവിടെ വേണ്ട പ്രധാന അർത്ഥം, ഇവിടെ ഗോ എന്ന ശബ്ദത്തിന് ഇന്ദ്രിയം എന്നൊരർത്ഥം. മനസ്സിലായില്ലേ? മുമ്പേ പറഞ്ഞു ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഇന്ദ്രൻ, അല്ലേ? മനസ്സ് ആരെ? ഇന്ദ്രിയങ്ങളെ അതിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിപ്പിക്കും. അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾ ദുഃഖത്തിലേക്ക് ചെന്ന് വീഴുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്ന അർത്ഥത്തിലെടുത്താൽ ഇന്ദ്രിയങ്ങളെ ഉയർത്തുക. എന്തിലേക്ക്? ഇന്ദ്രിയങ്ങൾക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇന്ദ്രിയങ്ങൾക്ക് രണ്ട് ഗതിയുണ്ട്. അധോഗതിയുണ്ട്, ഊർധഗതിയുണ്ട്. അധോഗതി എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണ് കാണേണ്ടാത്തതിന്റെ പുറകിൽ പോകുന്നത് അധോഗതി, കണ്ണ് കാണേണ്ടത് തിരിച്ചറിഞ്ഞു പോകുന്നത് ഊർധഗതി. ഊർധോച്ചൽ മുകളിലേക്ക്, മനസ്സിലായില്ലേ? ശ്രേഷ്ഠമായത്. കാത് കേൾക്കേണ്ടാത്ത കാര്യങ്ങളുടെ മോശപ്പെട്ടതിന്റെ പുറകിൽ കാത് പോയാൽ അധോഗതി. മനസ്സിലാവുന്നുണ്ടോ? അത് നല്ല കാര്യങ്ങൾ കേട്ട് നല്ല ചിന്തയിലേക്ക് നമ്മുടെ ജീവിതം മാറിയാൽ അത് സദ്ഗതി, ഊർധഗതി. മനസ്സിലായില്ലേ? ഇതുപോലെ 5 ഇന്ദ്രിയത്തിന് എന്തുണ്ട്? ഊർധഗതിയുണ്ട്, അധോഗതിയുണ്ട്. ഇവിടെ ഭഗവാൻ എന്താ ചെയ്തത്? ഈ 5 ഇന്ദ്രിയങ്ങളെയും ഉയർത്തി ഊർധഗതിയിലേക്ക് എത്തിക്കുകയാണ്. ഇന്ദ്രിയങ്ങളെ ഉയർത്തി ആരുടെ കയ്യിൽ നിന്ന്? മനസ്സിനെ വിമോചിപ്പിച്ചു. കാരണം എന്താ? കാളയമർദ്ദനം കഴിഞ്ഞിട്ടാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത ലീല ഏതായിരുന്നു? കാളയമർദ്ദനം കഴിഞ്ഞിട്ട് അടുത്ത ലീല ഏതായിരുന്നു? വസ്ത്രാപഹരണം. ഈ ലീല ചേർത്ത് പഠിക്കണം. കാളയമർദ്ദനത്തിൽ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. വസ്ത്രാപകരണത്തിൽ ദേഹാഭിമാന ബോധത്തെ കളയാൻ പഠിപ്പിച്ചു. ഇനി ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ഇന്ദ്രിയത്തെ എന്ത് ചെയ്യണം? അറിവിലേക്ക് ഉയർത്തണം. മനസ്സിലായോ? അല്ലാതെ ഇന്ദ്രിയങ്ങളെ വെറുതെ വിട്ടാൽ അത് വീണ്ടും എന്ത് ചെയ്യും? പല വിഷയങ്ങളുടെ പുറകിലേക്ക് പോകും. ഈ കണ്ണിന് നല്ല കാഴ്ച കാട്ടിക്കൊടുത്തില്ലെങ്കിൽ കണ്ണെന്ത് ചെയ്യും?
നല്ലതല്ലാത്തതിനെ പുറകെ പോവും. കാതിന് നല്ലത് കേൾക്കാനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ കാതെന്ത് ചെയ്യും? ഇഷ്ടമുള്ളതിൻ്റെയൊക്കെ പുറകെ പോകില്ലേ? അപ്പം അതിലേക്ക് പോകാതെ ഇന്ദ്രിയങ്ങളെ അറിവിലേക്ക് ഉയർത്തണം, ജ്ഞാനത്തിലേക്ക് ഉയർത്തണം. ജ്ഞാനത്തിലൂടെ ഇന്ദ്രിയങ്ങൾ ഉയരുമ്പോഴാണ് മനസ്സിൻ്റെ പിടിയിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ മോചിതമാകുന്നത്. ഇവിടെ മനസ്സിൻ്റെ പിടിയിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ യഥാർത്ഥത്തിൽ മോചിക്കപ്പെടണം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനസ്സ് എന്നത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത വസ്തുവാണ്. എന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും കേട്ട ചോദ്യം എന്താ? മനസ്സിലായോ? അല്ലേ? കുഞ്ഞുനാൾ തൊട്ട് അമ്മയും ചോദിച്ചു, അച്ഛൻ ചോദിച്ചു, സ്കൂളിൽ പോയപ്പോൾ അധ്യാപകൻ ചോദിച്ചു, നാട്ടുകാർ ചോദിച്ചു, ഇപ്പം ഇവിടെ ഇരിക്കുമ്പോഴും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുണ്ട് പലതവണ, മനസ്സിലായോ? പക്ഷേ യഥാർത്ഥത്തിൽ മനസ്സൊരു പ്രതിഭാസമാണ്. കാര്യം ഉള്ള വസ്തുവാണെങ്കിൽ അതിനൊരു രൂപം ഉണ്ടാവണം, വേണ്ടേ? അതിനൊരു സ്ഥാനം ഉണ്ടാവണം, അതിനൊരു പൊതു സ്വഭാവം ഉണ്ടാവണം. ഈ 3 കാര്യങ്ങളാണ് വസ്തു നിർണ്ണയം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു വസ്തു ഉണ്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ഗ്ലാസ് ഇതുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? ഇതിനെ കാണാനൊരു രൂപമുണ്ട്, അല്ലേ? ഇതിനൊരു രൂപം ഉണ്ട്, ഇതിനൊരു സ്വഭാവമുണ്ട്, ശരിയല്ലേ? ഇതിനൊരു സ്ഥാനമുണ്ട്, എടുത്തു വെക്കാനും അല്ലെങ്കിൽ അതിനൊരു ഭാവമുണ്ട്. ഇത് 3 ഏതിനില്ല? മനസ്സിലില്ല. നിങ്ങളിനി ആരോഗ്യം നോക്കേ, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി, ഇന്നത്തെ കാലഘട്ടത്തിൽ MRI സ്കാനും അല്ലാത്ത സ്കാനും ഒക്കെ ഉണ്ട്, CT. ഇതിലേതെങ്കിലും ഒന്നിൽ ഇന്ന് വരെ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഡോക്ടർമാർ നിങ്ങളുടെ മനസ്സിനെ സ്കാൻ ചെയ്തെടുത്തിട്ട് മനസ്സിൻ്റെതായ ഇന്ന പാർട്ടിനാണ് കുഴപ്പം, അവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം ഇല്ലാത്ത വസ്തുവിനെ കണ്ടെത്തുന്നത് നിരർത്ഥകമാണ്. അപ്പൊ ഇല്ലാത്തതാണ് മനസ്സെന്നറിയുക. മനസ്സെന്നതൊരു പ്രാതിഭാസികം മാത്രമാണ്. മനസ്സ് എന്ന് പറയപ്പെടുന്നത് ഒരു പ്രാതിഭാസികം മാത്രമായി നിൽക്കുന്നതാണ് മനസ്സ്. ഉദാഹരണം പറയാം, നമുക്ക് ചിലത് മനസ്സിലാക്കാൻ ചില ഉദാഹരണം നല്ലതാണ്. നമ്മളിപ്പോൾ റോഡിലേക്ക് നിൽക്കുക, സൂര്യൻ്റെ പ്രകാശം അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവില്ലേ? ഈ നിഴല് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും എൻ്റെ നിഴലാന്ന് പറയും. നമ്മുടെ രൂപമാണോ നിഴലിന്? ആണോ? പ്രഭാതത്തിലെങ്ങാനും അടിക്കുകയാണെങ്കിൽ നമ്മുടെ നിഴലിന് 18 അടി നീളമാണ്. മനസ്സിലായില്ലേ? നട്ടുച്ചയ്ക്ക് അടിച്ചാൽ നമ്മൾ 1.5 അടിക്കാൻ തുടങ്ങും, അല്ലെ അരയടിക്കാൻ തുടങ്ങും, നേരെ സൂര്യൻ വരുമ്പോൾ, അല്ലേ? പിന്നെ അങ്ങോട്ട് മാറുമ്പോൾ വീണ്ടും നീണ്ടു. ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടെ പ്രകാശം വന്നാലോ? അവിടെ നിഴലേ ഇല്ല. അവിടെ എന്തിനെ ആശ്രയിച്ചാൽ നിഴലുണ്ടായത്? പ്രകാശത്തെ ആശ്രയിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെ ചിന്തകളെ ആശ്രയിച്ച് ബുദ്ധിയിൽ ഉളവാകുന്ന ഭ്രമമാണ് മനസ്സ്, മായയാണ്. ഇല്ലാത്തത് ഉള്ളതുപോലെ അനുഭവപ്പെടും. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുളം, വെള്ളം ശാന്തമായി കിടക്കുകയാണ്, അതിലേക്കൊരു കല്ല് വീണാൽ ആ വീഴുന്ന സമയത്ത് ആ കുളത്തിൽ എന്തുണ്ടാവും? ഓളം ഉണ്ടാവും, അല്ലേ? ഈ കല്ല് വീണില്ലെങ്കിൽ അത് അനുഭവപ്പെടുന്നില്ല. അപ്പൊ കല്ല് വീണത് കൊണ്ടാണ് ഈ ഓളം ഉണ്ടായത്. അപ്പൊ ഓളത്തിന് ആധാരം എന്താ? ഈ കല്ലിന്റെ വീഴ്ചയാണ്. ഇതുപോലെ ചിന്തകളുടെ പ്രവേശമാണ് ഈ ഓളം പോലെ മനസ്സിനെ രൂപപ്പെടുന്നത്. ഓളം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ കുളത്തിന്റെ അടിക്കെട്ട് കാണാൻ പറ്റാതാവും. മനസ്സിലായില്ലേ? അതുപോലെ യഥാർത്ഥ ബോധത്തെ മറച്ചുകൊണ്ട് ഈ പുറമേ ഉണ്ടാകുന്ന ഈ മനസ്സെന്ന ഭ്രമം, അതാണ് ബോധം എന്ന നിലയിലങ്ങ് അഭിനയിക്കും. നമ്മൾ അതിൻ്റെ പുറകിലങ്ങോട്ട് കൂടും. ഈ മനസ്സിന് 5 തരത്തിലുള്ള പ്രവൃത്തികളുണ്ട്. ഏതൊക്കെയാ മനസ്സിൻ്റെ പ്രവൃത്തി? 5 തരത്തിലുള്ള കർമ്മ ഈ മനസ്സ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. ഇല്ലാത്തതാണെങ്കിൽ പോലും ഇത് ചില പണികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാ? പഞ്ചക്ലേശ എന്ന് പറയും. 5 പ്രവൃത്തി ക്ലേശം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. പഞ്ചക്ലേശ. 1 പ്രമാണം. പ്രമാണത്തിൽ പ്രത്യക്ഷത്തിലുള്ളത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ വിളക്ക് കണ്ടു, അതുകൊണ്ട് വിളക്കുണ്ട്. വിളക്ക് ഇവിടെ ഉണ്ട്, ആരെങ്കിലും എണ്ണ ഉണ്ടോ എന്ന് നോക്കിയാൽ നന്നായിരുന്നു. അപ്പോ കണ്ടത് അതുകൊണ്ട് അതുണ്ട്, അല്ലേ? അപ്പൊ നമ്മൾ അനുഭവിച്ചു ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ബോധത്തെ അവിടെ നിർത്തി എന്ന് ബോധ്യപ്പെടുത്തുന്നത് ആരാണ്? മനസ്സാണ്. അപ്പൊ കണ്ടത് കൊണ്ടുള്ള ഭാവം ആണ് അവിടുത്തേത്. ഇനി രണ്ടാമത്തത് വിപര്യായം എന്ന് പറയും. ഉള്ള ഒന്നിനെ മറ്റൊന്നാക്കി തോന്നിപ്പിക്കും. ഉള്ളതാണെന്ന് വെച്ചാൽ ഉള്ളതാണ്, പക്ഷെ തോന്നിയത് വേറെ ഒന്നായിട്ടാണ്. എങ്ങനെയായാലും ഉദാഹരണം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ യജ്ഞത്തിന് വൈകിട്ട് പ്രഭാഷണം കേൾക്കാൻ ഇങ്ങോട്ട് വരിക. അപ്പൊ രുക്മിണി സ്വയംവരം ആയതുകൊണ്ട് എന്നാൽ ഒന്ന് ഒരുമിയൊക്കെ വരാമെന്ന് വെച്ചാൽ ഇച്ചിരി പൂമാലയൊക്കെ കെട്ടി, മുല്ലപ്പൂമാലയൊക്കെ തലയിൽ വെച്ചുകൊണ്ടാണ് വന്നത്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പൂമാല എന്താവും? ഒന്ന് വാടും.
അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഈ രാവിലെ കുത്തിയ പൂമാലയും കൊണ്ട് കുത്തിക്കൊണ്ട് പോകണ്ട, ഈ പൂമാല എടുത്ത് വീടിൻ്റെ വഴിയിൽ ഇങ്ങനെ മിറ്റത്തിട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പ്രഭാഷണമൊക്കെ കേട്ട് ഭജനയൊക്കെ കഴിഞ്ഞ് രാത്രിയായി. തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് കരണ്ടും കൂടെ പോയി. വീട്ടിൽ ചെല്ലുന്ന വഴിക്ക് മുറ്റത്ത് കിടന്നപ്പോൾ നിങ്ങളുടെ കാല് ചെന്ന് ഈ പൂമാലയ്ക്കകത്തൊന്ന് തട്ടി. പൂമാല തട്ടിയപ്പോൾ പൂമാല ചെയ്തൊന്ന് ചലിച്ചു. എന്താ ഈ സംഭവം? പാമ്പോ? ഞാൻ പാമ്പെന്നൊരു വാക്ക് പോലും ഇവിടെ പറഞ്ഞില്ല. ഞാൻ ആകെ പറഞ്ഞത് ഇവിടെ പൂമാല എന്നാണ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഉള്ളിലെ ഭ്രമം ഉണ്ടാകുന്നത് മനസ്സിലായില്ല എങ്ങനെയാണെന്ന്. നമ്മൾ അവിടെ പാമ്പിനെ കണ്ടു. യജ്ഞത്തിന് പോകാനിക്കോ കാല് വയ്യ എന്നാലും പോകാന്ന് പറഞ്ഞ് നടന്നത് അമ്മമ്മ വരെ 4 മതിലും ചാടി 2 മരവും കയറി അപ്പുറത്തെത്ത്. ഒരു പ്രശ്നമില്ല, വേദനകളെല്ലാം മറക്കും. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അതാണ് വിപര്യായം എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് വികല്പം എന്ന് പറയും. വികല്പം എന്ന് പറഞ്ഞാൽ എന്താ? മുമ്പേ പറഞ്ഞു ഉള്ളതിനെ മറ്റൊന്നായിട്ടാണ്. ഇവിടെ അങ്ങനെയല്ല, ഇല്ലാത്തതുണ്ടെന്നങ്ങ് ധരിക്കും. യഥാർത്ഥത്തിൽ ഇല്ല. നമ്മൾ ചിലപ്പോൾ ചിലർ കണ്ടിട്ടില്ല, റോഡിൽ കൂടെ നടന്നുകൊണ്ട് പെട്ടെന്ന് തിരിഞ്ഞോ കാലോ പുറകെയൊന്നും തോന്നിയെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പം വരയ്ക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് ചിലർ ഓടിപ്പോയി വാതിൽ തുറക്കുന്നുണ്ടില്ലേ? ചിലരുണ്ടങ്ങനെ ഓടിപ്പോയി വാതിലൊക്കെ തുറക്കും. എന്നിട്ട് അവിടെ എവിടെയൊക്കെ എത്തി നോക്കും. ആരോ വിളിച്ചു, ആരും വിളിച്ചിട്ടില്ല. ഇതൊരു തോന്നലാണ്. അപ്പം ഇല്ലാത്തത് ഉണ്ടെന്ന അനുഭവത്തിലേക്ക് എത്തും. ഈ അവസ്ഥ വർദ്ധിക്കുമ്പോഴാണ് ഈ ചിത്തഭ്രമമൊക്കെ ആവുന്നത്. അവരാണ് ഈ ഭ്രാന്തന്മാരെ പോലെ പലതും കാട്ടിക്കൂട്ടി അവർ ഈ കല്ലിലെ മണിനെയൊക്കെ നോക്കി പോസ്റ്റിനെയൊക്കെ നോക്കി വഴക്കൊക്കെ പറഞ്ഞാൽ കണ്ടിട്ടില്ലേ? അവർ പോസ്റ്റിനെയൊക്കെ കണ്ടിട്ട് പോസ്റ്റിനോട് ഇത് യുദ്ധമൊക്കെ പ്രഖ്യാപിക്കും. ഞാൻ പോയിട്ട് തിരിച്ചു വരട്ടെ, അതിനൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് ഭ്രമമാണ്. അപ്പോൾ അതാണ് വികല്പം. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്തത് എന്താ? സ്മരണമാണ്. ഓർമ്മ. ഇത് മനസ്സിൻ്റെ ഒരു പ്രക്രിയ. ഈ ഓർമ്മയിൽ തന്നെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുക, നിങ്ങൾക്ക് അറിയാതെ ഓർമ്മ വന്നു ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച്, അപ്പം നിങ്ങൾ അറിയാതെ ചിരിച്ചു തുടങ്ങും. ഇവിടെ നിന്ന് ഭാഗവതം പറഞ്ഞാൽ ഞാൻ വിചാരിക്കും ഞാൻ പറയുന്നതായിട്ട് ചിരിക്കുന്നത്. സംഭവമൊന്നുമല്ല, നിങ്ങൾ വേറെ എവിടെയോ പോയി ഇരിക്കുക. മനസ്സിലായില്ലേ? ഇതിനൊരു ഗുണമുണ്ട്, എനിക്കൊരു സന്തോഷം കിട്ടും. ഇത്രയുള്ളൊരു ഗുണം. അപ്പോൾ ഒരു ചിരിയൊക്കെ അവിടെ പാസ്സാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഏതെങ്കിലും വിഷമം ഉണ്ടായൊരു കാര്യം മനസ്സ് ഓർമ്മയെ കൊണ്ടുപോകും അല്ലേ? അപ്പോഴേ നിങ്ങളുടെ മുഖമൊക്കെ വലിഞ്ഞു മുറുകി ആകെ പ്രശ്നത്തിലാവും. അന്നേരം നമ്മൾ വിചാരിക്കുക ഞാൻ പറഞ്ഞതിൽ എന്തോ തെറ്റി പറ്റി, അതാ രാവിലെ മുഖമൊക്കെ കറുത്തത്. അപ്പോഴേ പിന്നെ ഞാൻ നിർത്തിയിട്ടത് പോകും. ഇതാണ് നടക്കുന്ന കാര്യം. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താ? ഈ സ്മരണ. അതാണ് അടുത്ത ഭാവം. ഇനി ഇത് കഴിഞ്ഞാൽ ഒരെണ്ണമുണ്ട്. എന്താ? ഒന്നിനും ഇടപെടാതെ നിദ്ര. ഇത് മനസ്സിൽ. ഇതാണ് 5 ഭാവം. മനസ്സിലായില്ലേ? അപ്പം മനസ്സ് ഈ ഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിടുന്നതാണ്. അപ്പം ഈ മനസ്സിൻ്റെ നിയന്ത്രണം നമ്മുടെ ബോധത്തിലല്ല എങ്കിൽ മനസ്സ് നമ്മളെ ക്ഷോഭത്തിനും കോപത്തിനും കാമത്തിനും ക്രോധത്തിനും ഒക്കെ അടിമകളാക്കി നമ്മളെ തീർക്കും. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കണം. അതിൽ ഏറ്റവും വലിയ ദുർഗുണമാണ് കോപം. മനസ്സിലായില്ലേ? ചിലർ ചില അലങ്കാരം പോലെ പറയുന്നത്, എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതൊക്കെ പറയുന്നത് ഏതാണ്ട് വലിയ ഏതാണ്ട് പാവമുള്ളതൊക്കെ പറയണത്. വലിയ ഗമയില ചില ആൾക്കാർ ഒരിടത്തു നിന്ന് പറഞ്ഞേ, എന്താ ദേഷ്യം വന്നാലേ ഞാൻ അന്നേരം ഇത് പറയുന്ന കേട്ടാൽ ഞാൻ ഏറ്റവും മോശക്കാരനാണ്, വൃത്തികെട്ടവനാണെന്ന് സ്വയം സമ്മതിക്കുക. പക്ഷെ പറയുന്നതോ ഏറ്റവും കഴിവുള്ളാണെന്നുള്ള നിലയിലാണ് പറയുന്നത്. ഇതാണ് ക്രോധം. അപ്പൊ ഈ ക്രോധത്തെ ഏറ്റവും വലിയ ദുർഗുണമാണ്. ആ ക്രോധത്തെ നിയന്ത്രിക്കാൻ എന്തിനെ സാധിക്കൂ? ജ്ഞാനത്തിനെ സാധിക്കൂ. വേറെ ഒന്നും കൊണ്ട് പറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് ശിവന്റെ തൃക്കണ്ണ് തുറന്ന് ശിവൻ ഇല്ലാതാക്കിയത് കാമദേവനെയാണ്. മനസ്സിലായില്ലേ? കാമം അതിന്റെ തൊട്ടടുത്ത ഭാഗം എന്താ? കാമക്രോധം എന്നാണ്. കാമം വളർന്നാൽ ക്രോധത്തിലേക്ക് എത്തും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ജ്ഞാനാഗ്നി കൊണ്ട് ശുദ്ധീകരിക്കണം. അല്ലാതെ ഭഗവാന്റെ കാട്ടിൽ ഇവിടുന്ന് തീയൊന്നും വന്നില്ല. ജ്ഞാനാഗ്നിയാണ്, ജ്ഞാനം അഗ്നിയാണ്. മനസ്സിലായില്ലേ? ശുദ്ധീകരിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ ഈ ക്രോധത്തെ മാറ്റാൻ ജ്ഞാനത്തെ വർദ്ധിപ്പിച്ചു. ഇന്ദ്രിയങ്ങളെ ഉയർത്തി ഏതിലേക്ക്? ജ്ഞാനത്തിലേക്ക്. അവിടെ ഭഗവാൻ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഉയർത്തി. അപ്പൊ ഈ പർവ്വതത്തെ എന്തിനാ എടുത്തത്? ജ്ഞാനം ചെറുതാണോ വലുതാണോ? ലോകത്തിൽ വെച്ചുള്ളതിൽ ഏറ്റവും വലുത് ജ്ഞാനം തന്നെയാണ്. അപ്പൊ വലുതിന്റെ പ്രതീകം കാണിക്കാനാണ് ഒരു പർവ്വതത്തെ തന്നെ ആരെടുത്തത്? ഭഗവാൻ എടുത്തത്. മനസ്സിലായില്ലേ? ഇനി ഇതിനെ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റൊരിടത്തിൽ നോക്കാൻ രൂപം, ഒരു പർവ്വതത്തിന്റെ രൂപം ഇങ്ങനെ കൂമ്പിയല്ലേ?
അല്ലേ? നമ്മൾ ഭഗവാനെ നമസ്കരിക്കുന്ന ഇങ്ങനെയല്ലേ അല്ലേ? ആണോ? 10 വിരലുകൾ ചേർത്ത് കൈയുടെ ഈ അകംഭാഗം പൊള്ളയാക്കി ചേർത്ത് പിടിക്കണമെന്നാണ്. ചിലർ ഇങ്ങനെയൊക്കെ പോയി വില പിടിക്കും. അങ്ങനെയല്ല, ഇവിടെ പൊള്ളയാക്കി ഒരു താമരമുട്ടിൻ്റെ ആകൃതിയിൽ പിടിക്കണം. എന്താ കാരണം? 10 ഇന്ദ്രിയങ്ങളെയും ചേർത്ത് വെച്ച് ഇന്ദ്രിയങ്ങളെ പുറത്തേക്കുള്ള വിഷയങ്ങളിലേക്ക് വിടാതെ മനസ്സിനെ ഉള്ളടക്കണം. അതാണ് ഈ പൊള്ള പോലാക്കുന്നത്. മനസ്സിനെ ഉള്ളടക്കി നമസ്കരിക്കണം. ഈ കൈയുടെ ഒരു പ്രകൃതം തന്നെയാണ് ഈ പർവ്വതത്തിൻ്റെയും. നമ്മൾ ചിന്തിച്ചൊക്കെ മേളിലേക്കാണ് ചേർന്ന് നിൽക്കുന്നത്. അതിനെയാണ് ഉയർത്തിയത്, ഇന്ദ്രിയങ്ങളെ ഉയർത്തി. എന്തിലേക്ക്? പരമമായ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക് ഉയർത്തി. അപ്പൊ അറിവിലേക്ക് ഉയർന്നാൽ പിന്നെ ക്രോധലോഭങ്ങളൊന്നും ഇല്ലാണ്ടാവും, അത് ശമിക്കും. അതാണ് ഇന്ദ്രൻ ശമിച്ചത്. ഇനി 7 ദിവസം എന്തിനായിരുന്നു? ജ്ഞാനം, അറിവിലൂടെ ഒരു വ്യക്തി പൂർണ്ണമാകണമെങ്കിൽ അതിന് ചില സംഖ്യാ തത്വങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ശിവന്റെ ഒരു കീർത്തനം കേട്ടിട്ടില്ലേ അല്ലേ? എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം. അപ്പൊ ഏതാ 6 പടി? ശിവനെ കാണാൻ ആഗ്രഹമൊന്നുമില്ല, വെച്ചങ്ങ് തകർക്കും. വീട്ടിൽ ഇരുന്നത്തേക്ക് എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ചാൽ ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറിന്റെ അവിടെ ചെല്ലുമ്പോൾ അപ്പൊ വീട്ടിലെ കുട്ടികളാരെങ്കിലും അമ്മ ഏതാ അമ്മ ഈ പടി? അത് കൈലാസത്തിനാണ്, പോടാ. പ്രശ്നം വരുന്നില്ലേ? ഏതാ ഈ 6 പടി? ഇത് ഈ വൈക്കത്തപ്പനെ കീർത്തിച്ചുകൊണ്ട് ആ പാട്ടില്ലേ, വൈക്കത്തപ്പൻ, തിരുവൈക്കപ്പൻ ശിവശംഭോ. ഈ പാട്ട് പണ്ടേ കേട്ട് ശീലിച്ചതുകൊണ്ട് ഒരിക്കലും വൈക്കത്തപ്പനത്തിൽ പോയി ഞാനും പടി പോയി എണ്ണി നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് പറ്റിച്ചതാണ്. അവിടെ 6 പടിയില്ല. വേറെ 6 പടിയാതാ? ഒറ്റ വഴിയേ ഉള്ളൂ നമ്മളെ മുന്നിൽ. എളുപ്പമായുള്ള വഴിയെ പോയാൽ അല്ലേ? നിങ്ങളെക്കാൾ മുമ്പ് തിരിച്ചറിഞ്ഞവരുണ്ട്, അവരാണ് പരമഭാഗ്യവാന്മാര്. അവരിപ്പം മനോസുഖവും ശരീരസുഖവും ഒക്കെ അനുഭവിച്ച് വിശ്രമാവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ധ്യാനാവസ്ഥയിൽ എത്തിച്ചത് ആനന്ദത്തിലായിരിക്കും. നമ്മളിവിടെ ഇരുന്ന് കഷ്ടപ്പെടുക. ഭഗവാന്റെ ഒരു ക്രൂരത എന്ന് ആലോചിച്ച് നോക്കണേ. ഇച്ചിരി നേരം കാറ്റ് കൊണ്ട് ഇരുന്നിട്ട് പതുക്കെ പോവാന്ന് വിചാരിച്ചതാണ്. എന്തൊക്കെ പരീക്ഷണമാണ് ഭഗവാൻ നടക്കണേ. ശരി, ഈ 6 പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളതാണ്. പുറമേ ഒന്നും തേടി പോകരുത്. ഒരു ഈശ്വരനെ തേടി പുറമേ പോകരുത്. അപ്പൊ ചോദിക്കും ക്ഷേത്രം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മുഖം നോക്കാൻ വേണ്ടി കണ്ണാടിയിലേക്ക് നോക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മുഖം കണ്ണാടിക്കകത്തായോ? ആയോ? ആയില്ല. നമ്മൾ ആ മുഖത്തെ ഒന്ന് വൃത്തിയാക്കാൻ, ആ മുഖത്തിന്റെ രൂപയിലെ ഏതെങ്കിലുമൊക്കെ ഒന്ന് അഴുക്കുണ്ടെങ്കിൽ തുടയ്ക്കാനും ഒന്ന് സുന്ദരമാക്കാനും കണ്ണാടി ആശ്രയിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിബിംബം മാത്രമാണ് ക്ഷേത്രം. അതിൽ നോക്കിക്കൊണ്ട് ആ ദേവഗുണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് സ്വീകരിച്ച് നമ്മളെ സുന്ദരന സുന്ദരിയൊക്കെ ആയി മാറുക. അത് പുറമേയുള്ള ചാക്കും കൊണ്ടും കൺമഷീൻ വെച്ചിട്ടല്ല. പറഞ്ഞാൽ അർത്ഥം മനസ്സിലാവുമല്ലോ. അതുപോലെ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരനെ തേടേണ്ടത്. അവിടെയാണ് 6 പടിയുള്ളത്. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. 6 ചക്രങ്ങൾ നമ്മളെ ഈ നട്ടലിനോട് ചേർന്ന നമ്മളെ ത്രിനാടികൾ എന്ന് പറയുന്ന 3 നാടികളുണ്ട്. ഒന്ന് സുഷുമ്ന എന്ന് പറയുന്ന ബ്രഹ്മനാടി, ഒന്ന് ഇടപിംഗല എന്ന് പറയുന്ന നാടി. ഈ നാടികൾ ഇങ്ങനെ ഈ 6 ഭാഗങ്ങളിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ഏറ്റവും അടിയിൽ വന്നത് ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് മൂലാധാരം. ആ മൂലാധാര ശക്തിയെ ഉണർത്തുന്ന മന്ത്രമാണ് ലളിതാ സഹസ്രനാമം. മനസ്സിലായില്ലേ? പലരും എപ്പോഴും ലളിതാ സഹസ്രനാമം ചെയ്യുന്ന കാര്യം സാധിക്കാനുള്ള മന്ത്രമായിട്ടാണ്. ഒരു കാര്യവും സാധിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പം ഉള്ള കാര്യം കൂടി ഇല്ലാതായി പോകും വിപരീതമായ സഞ്ചാരത്തിൽ. യഥാർത്ഥത്തിൽ മൂലാധാര നിവാസിനെ മന്ത്രത്തിൽ ഇടയ്ക്ക് നോക്കിയാൽ മതി. അതിൽ തന്നെ പറയും സ്വാധിഷ്ഠാനം, അതിൽ തന്നെ പറയുന്നത് മണിപൂരം, അതിൽ തന്നെ പറയും അനാഗതാത്യം, അതിൽ തന്നെ പറയുന്നത് വിശുദ്ധി, അതിൽ തന്നെ പറയും ആജ്ഞ, അതിൽ തന്നെ പറയും സഹസ്രാര പത്മം.
അവസാനം വന്ന് ശിവശക്തി ഐക്യ സ്വരൂപിണി. ഇതെല്ലാം അവനവന്റെ ഉള്ളിൽ ആത്മോപാസനയാ. യഥാർത്ഥ ഈശ്വരോപാസന ആത്മോപാസന. ആത്മാവ് എവിടെ കൂടിയിരിക്കുന്നത്? അവിടെയാണ് ഉപാസിക്കുന്നത്. അപ്പൊ നമ്മളിൽ തന്നെയുള്ള ഈ 6 പടി കടന്ന് 7ാമത്തെ ഒരു സ്ഥാനമുണ്ട്, സഹസ്രാര പത്മം. മനസ്സിലായില്ലേ? അവിടെയാണ് ഈ ശക്തി വന്ന് ചേരേണ്ടത്. ഇതാണ് 7 ദിവസം എന്നതിന്റെ തത്വം. ഇതാണ് ഭാഗവതത്തിൽ നാളെ കഥ പറയുമ്പോൾ കുചേലൻ ചെന്നപ്പോൾ ഭഗവാൻ 7 ദിനം മാളികയ്ക്ക് മുകളിൽ, അതായത് കാശുകാരനായതുകൊണ്ട് വലിയ വീട് കെട്ടി മേളിൽ കയറി ഇരുന്ന് ഗമ കാണിച്ചതല്ല. മനസ്സിലായില്ലേ? കുചേലൻ പ്രാരാബ്ദം കൊണ്ട് കുചേലൻ 7 നിലയിൽ എത്തിയില്ല. എന്താ കാരണം? പ്രാരാബ്ദം എന്തായിരുന്നു? കുചേലന്റെ പ്രാരാബ്ദം കുചേലന്റെ പ്രാരാബ്ദം എന്ന് പറയുന്നത് ഈ പൂർണ്ണതയിലത്തെ ആഹാരമല്ല, പട്ടിണിയൊന്നുമല്ല. പട്ടിണി ശരീരത്തിന്റെ വിഷയം അതേ അല്ല. നമ്മളിപ്പോഴും കുചേല പ്രസംഗത്തിൽ പോലും കൃത്യമായി മനസ്സിലാക്കാതെ ഭഗവാൻ അവന് കൊടുത്തു, ഭഗവാൻ സമ്പത്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് പലരും കഥ കേട്ട് അവസാനിപ്പിക്കുന്നത്. തെറ്റാണ്. ഭാഗവതം അതല്ല ഉദ്ദേശിക്കുന്നത്. കുചേല സംഗതിക്ക് വേറെ മാനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോഴും നമ്മൾ 10-50 യജ്ഞം കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അവന് കൊടുത്തപ്പോൾ സമ്പത്ത് കൊടുത്തു അല്ലേ? അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അതൊന്നുമല്ല ഭാഗവതം ഉദ്ദേശിക്കുന്നത് വരെ നമ്മളെത്തണം. ഭാഗവതം പിന്നീടാണ് കടന്നു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ പണം കിട്ടുന്നതാണെങ്കിൽ നാട്ടിൽ പണമുള്ളവരെല്ലാം സത്യത്തിക്കാരെന്ന് പറയേണ്ടി വരത്തില്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ശ്രീബുദ്ധൻ, സിദ്ധാർത്ഥ രാജകുമാരൻ സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ബുദ്ധനായിട്ട് വിഡിത്തമല്ലേ? സമ്പത്ത് ഉപേക്ഷിച്ചു. ഭാഗവതത്തിൽ തന്നെ ഭരതൻ എന്ന രാജാവ് തൻ്റെ രാജകീയമായതെല്ലാം ഉപേക്ഷിച്ച് നാമം ജപിക്കാൻ പോയത് വിഡിത്തമല്ലേ? രന്തിദേവനെല്ലാം സമ്പത്ത് ഉപേക്ഷിച്ച് ദാനം ചെയ്തിട്ട് ഭഗവാനെ തപസ് ചെയ്യാൻ പോയത് വിഡിത്തമല്ലേ? അല്ലേ? സമ്പത്താണ് സംഗതിയെങ്കിൽ എന്ത് സമ്പത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞത് വിഡിത്തമല്ലേ? അപ്പൊ ഭാഗവതം അവസാനത്തിലെത്തുമ്പോൾ ഇതുവരെ പഠിച്ചതെല്ലാം വിഡിത്തം എന്ന് പറയാനാണോ? അല്ല. അപ്പം അവിടെ വേറെ ചില തത്വങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഇപ്പൊ ചിന്തിക്കുക, അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ഇവിടെ 7 എന്ന് പറയുന്നത്, 7 ദിവസം എന്ന് പറയുന്നത് ഈ 6 ചക്രങ്ങൾ കടന്ന് 7ാമത്തെ തലത്തിലേക്ക് വരുമ്പോഴാണ് അറിവ് പൂർണ്ണതയിലെത്തുന്നത്. മനസ്സിലായില്ലേ? ആ പൂർണ്ണത എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരനും താനും ഒന്നെന്ന അനുഭവം. ഒന്നാവുന്നിടത്തോളം കാലം, മനസ്സിലായില്ലേ, ആ അനുഭവതലം ഉണ്ടാവില്ല. ഒന്നായാലേ ഉണ്ടാവുള്ളൂ. ആ ഒന്നായി മാറിയാൽ അവിടെ പൂർണ്ണതയായി. അതാണ് ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായ ഒരിണ്ടല്ല ഉണ്ടാവതല്ല മമ പണ്ടേ കണക്ക്. ഇവരെങ്ങനെയാ പണ്ടേ കണക്ക്? ഒന്നെന്ന ഭാവത്തിൽ അല്ലേ? ആ ഒന്നെന്ന അനുഭവത്തിലേക്ക് എത്തണം. ഈ പൂർണ്ണതയ്ക്കുള്ള തത്വമാണ് ഗോവർദ്ധന ഉദാഹരണം. അറിവിനെയാണ് ഉയർത്തിയത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഒരു പർവ്വതം പൊക്കിയ കഥ കേട്ടാൽ ഒരു അത്ഭുതം കേട്ടു, അല്ലെങ്കിൽ ഒരു അതിശയോക്തി, അതിനപ്പുറം നമുക്ക് ഗുണമുണ്ടോ? ഇല്ല. അപ്പം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം നടത്താൻ, നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ സാധിക്കുന്നതറിയിൽ ഭാഗവതത്തിൻ്റെ കഥകളെ നമ്മൾ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഭാഗവതം നമ്മുടെ ജീവിതമായും നമ്മൾ ഭാഗവത സ്വരൂപന്മാരായി മാറുന്നത്. അതിന് നമുക്ക് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ആവോളം